സാറേ, ചൈന ലോകത്തിലെ വൻ ശക്തികളിലൊന്നാണ്, നമുക്കറിയാം. ആയുധശേഷി എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ചൈനയുടെ ലക്ഷ്യമാണ്. വ്യാപാരം നടത്തി ലോകമെമ്പാടും വ്യാപാരം നടത്തുക, ബിസിനസ് സാമ്രാജ്യം വലുതാക്കുക, സാമ്പത്തിക ശക്തിയായി നിലനിൽക്കുക, അതെല്ലാം ചൈന ആഗ്രഹിക്കുക, അവർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് ചൈനയ്ക്ക് ഇപ്പോൾ ഒരു വലിയ ഒരു അടിതെറ്റി അവർക്ക് നാണക്കേടുണ്ടായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ആണവ അന്തർവാഹിനി മുങ്ങി എന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ച് ഒരു വലിയ ലോക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന അവരെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്? വാൾ സ്ട്രീറ്റ് ജേണലാണ് ഈ വിവരം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്, ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ചൈനയ്ക്ക് ഏതാണ്ട് 61 സബ്മറൈൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. റഷ്യക്ക് 65, യുഎസിന് 64. യുഎസിന് 64 പൊതുവെ പറയപ്പെടുന്നത്. ഇന്ത്യക്ക് 18 എണ്ണമാണ്. ഇന്ത്യനെക്കാളും ഒന്ന് കൂടുതലുണ്ട് ഇറാന്. പാകിസ്ഥാന് എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും കുറവ്. പാകിസ്ഥാന് 14. ഇന്ത്യക്കാൾ 8. ഇന്ത്യക്കാൾ ഒരെണ്ണം കൂടുതലാണ് ഇറാൻ. നമ്മളെക്കാളും ഒരെണ്ണം കൂടുതൽ. അത് പണ്ടത്തെ അമേരിക്കന്റെ സാധനമായിരിക്കും. നമ്മളെ പുതിയ സാധനങ്ങളാണ്. നമുക്ക് ന്യൂക്ലിയർ സബ്മറൈൻ ഉണ്ടല്ലോ, 2 അവർക്ക് അതില്ല. ഇത് ആണവ അന്തർവാഹിനിയാണ്. അതെ. ന്യൂക്ലിയർ സബ്മറൈൻസ് 2 രീതിയിലുള്ളതാണ്. ഒന്ന് SSN, സബ്മേർജിബിൾ ന്യൂക്ലിയർ. അത് ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാവും, ആണവായുധങ്ങൾ ഉണ്ടാവണമെന്നില്ല. വേറൊന്ന് SSBN, സബ്മേഴ്സിബിൾ ആണ്, ബാലിസ്റ്റിക് ന്യൂക്ലിയർ ആണ്. അതിൻ്റെ ന്യൂക്ലിയർ മിസൈൽസ് ഉണ്ടാവും. നമ്മളെ ഇപ്പോഴത്തത് അതാണ്, SSBN ആണ്. ഇപ്പോൾ നമ്മൾ അരിഹന്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് ഇതാണ്. അപ്പം ചൈനയുടെ ഉള്ളിൽ ഇപ്പം ഇതായിരിക്കും അവരുണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പം അതായത് നമ്മളുണ്ടാക്കിയ അന്തർവാഹിനിയായിട്ട് സാമ്യമുള്ള അന്തർവാഹിനിയാണ്. അപ്പോൾ ഒഹായോ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭീകര അന്തർവാഹിനികളാണ്. അതാണ് പണ്ട് കുർസിക് എന്ന് പറഞ്ഞൊരു ദുരന്തം ഉണ്ടായില്ല റഷ്യ, അത് അതേമാതിരിയുള്ള റഷ്യൻ്റെ വേർഷനായിരുന്നു. റഷ്യ 4-5 വലിയ ഫ്ലാറ്റിൻ്റെ വലിപ്പമാണ് അതിന് പണ്ടാരത്തിന്. അതാണ് ഒഹായോ ക്ലാസ്. ഒഹായോ ക്ലാസ്സിലെ 1 ന്യൂക്ലിയർ ആർസണൽസ് മതി ലോകത്തെ 4 തവണ ചുട്ടരിക്കുക. ഒറ്റൊന്നും മതി. അമ്മായി സാധനം ചൈനയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ഇന്ത്യക്കുള്ളതിൻ്റെ ഒരു കൂടുതൽ ഫോമാണ്. ഇതിൻ്റെ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളിപ്പം വാർഫെയറിൽ ഒരു വിമാനവാഹിനി കപ്പൽ വരുന്നത് ഒരു യുദ്ധത്തിൻ്റെ സൂചനയല്ല, ഒരു ശക്തി പ്രകടനമാണ്. വിമാനവാഹിനി കപ്പൽ അയച്ചാൽ ഞങ്ങൾക്ക് ശക്തി പ്രകടനം ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ശക്തി ഉണ്ട് മനസ്സിലാക്കി ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ഉദ്ദേശമില്ല എന്നുള്ള മെസ്സേജാണ് കൊടുക്കുക. കാരണം ഇത് മൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ആവശ്യമുണ്ട്. എന്നാൽ ഏതെങ്കിലും അന്താരാഷ്ട്ര വാട്ടറിൽ, ഏതെങ്കിലും രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള അതിർത്തിയിലുള്ള വാട്ടറിൽ വേറെ രാജ്യത്തിൻ്റെ ന്യൂക്ലിയർ സബ്മറൈൻ അല്ലെങ്കിൽ സബ്മറൈൻസ് പൊങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്. അപകടം പിടിച്ച സാധനമാണിത്. അത് ശരി. അതാണ് ഇടയ്ക്ക് ശ്രീലങ്കയുടെ അടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ ചൈനയുടെ അന്തർവാഹിനി പൊങ്ങിയിരുന്നു. അത് വലിയ ന്യൂസായിരുന്നു ഇവിടെ. കാരണം ഇന്ത്യ ആയിട്ടൊരു ഫൈറ്റിന് അവർ വരികയാണോ എന്നുള്ള രീതിയിലുള്ള. അതിനുശേഷമാണ് ഇന്ത്യ ഈ ഇറാനിലുള്ള പോർട്ടൊക്കെ എടുക്കാനുള്ള ശ്രമം, ആ മേഖലയിൽ നമ്മൾ ശക്തി കൂട്ടി. ഒരു ദ്വീപ് നമ്മൾ വാടകയ്ക്ക് എടുത്തു ആഫ്രിക്ക അടുത്ത്. ഇന്ത്യൻ ഓഷനിൽ നമ്മുടെ സർവൈലൻസ് കൂടി. അതിനൊക്കെ കാരണം അതാണ്. അപ്പം ഇപ്പം നിങ്ങളൊരു ന്യൂക്ലിയർ സബ്മറൈനോ അല്ലെങ്കിൽ ഈ പറയുന്ന വിമാനവാഹിനി കപ്പലുകളോ നിങ്ങൾ വെക്കുന്നത് നിങ്ങൾ കൃത്യമായ ഉദ്ദേശം അനുസരിച്ചിട്ട്. അപ്പം എൻ്റെ ഓർമ്മ ശരിയാണ്, അമേരിക്കയ്ക്ക് ഏതാണ്ട് 17ഓളമാണ് വിവിധ ക്ലാസ് ഇവിടെ ഇതുള്ളത്, വിമാനവാഹിനി കപ്പൽ. ഇപ്പം 64ഓളം സബ്മറൈൻസ് ഉള്ളത്. അമേരിക്കൻ്റെ ആവശ്യം ഒരു ഗ്ലോബൽ ബിസിനസ് ഉണ്ട്. ആ ഗ്ലോബൽ ബിസിനസ്സിന് അവിടെ ഈ എല്ലാ പ്രദേശങ്ങളും അമേരിക്ക എന്ത് ചെയ്യണം? അമേരിക്കയുടെ ഡോമിനൻസ് ഉറപ്പുവരുത്തണം. 1 മണിക്കൂർ കൊണ്ട് പോയിട്ട് ബോംബ് ചെയ്ത് തിരിച്ചു വരണം അമേരിക്കയുടെ വിമാനങ്ങൾ. അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എവിടെയും അമേരിക്കൻ അന്തർവാഹിനികൾക്ക് എത്താൻ പറ്റണം. അതുകൊണ്ടാണ് അവർ ഇത്രയും അന്തർവാഹിനികളും വിമാനവാഹിനി കപ്പലുകളും. പക്ഷെ അവരെക്കാട്ടും അന്തർവാഹിനികൾ കൂടുതലുണ്ട് റഷ്യക്കും ഗ്ലോബൽ ഡോമിനൻസ് മുമ്പ് ലക്ഷ്യം, ഇപ്പം ലക്ഷ്യമല്ല. റഷ്യൻ്റെ കയ്യിലുള്ള പല അന്തർവാഹിനികളെന്ന് വെച്ചാൽ പഴയതാണ്, സോവിയറ്റ് റഷ്യൻ്റെ കാലത്ത് ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്. ഏറ്റവും പുതിയതെന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മളൊക്കെ ചെയ്തതിൻ്റെ എത്രയോ അഡ്വാൻസ്ഡ് വേർഷനാണ്. അവരോട് നമ്മൾ ന്യൂക്ലിയർ സബ്മറൈൻ്റെ ടെക്നോളജി ചോദിച്ചു, അവർ തന്നില്ല. ആർക്കും കൊടുക്കുന്നില്ല. അവിടെ ഇസ്രായേലിന് കൊടുത്തെങ്കിലായി. അപ്പം അവർക്ക് ഗ്ലോബൽ ഡോമിനൻസ്. ചൈന അതുപോലെ തന്നെ റഷ്യയും കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ചൈനയുടെ എണ്ണത്തിൽ. നമ്മളിപ്പോൾ നോക്കിയല്ലോ, ചൈനയ്ക്ക് ഗ്ലോബൽ ഡോമിനൻസ് ആണ് അവരുടെ ലക്ഷ്യം. എന്ന് വെച്ചാൽ അവർക്ക് ആഫ്രിക്കയിലെ ബിസിനസ് ഉണ്ട്, ലാറ്റിൻ അമേരിക്കയിലെ ബിസിനസ് ഉണ്ട്.
അപ്പോൾ ഈ ബിസിനസ് ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ആർമി വേണം, ആർമി നേവിയുടെ പ്രസൻസ് വേണം. അത് ഏറ്റവും എളുപ്പം പേടിപ്പിക്കാൻ പറ്റിയ സാധനം ഇതാണ്, കപ്പലാണ്. ഈ മുങ്ങിക്കപ്പലുകളും പിന്നെ മുങ്ങിക്കപ്പല പ്രധാന, ഇതാരും കണ്ണുപിടില്ലല്ലോ, ഏതാ വാട്ടറിൽ പോയി കിടക്കും. അത്യാവശ്യ സമയത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. മറ്റേതിപ്പം വിമാനവാഹിനി കപ്പലൊക്കെയാണെങ്കിൽ വിസിബിൾ ആണ് ഈ സാധനം. ഇത് സത്യത്തിൽ ലോകത്ത് അന്തർവാഹിനികൾ എവിടെ കിടക്കുന്നത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. പലതരത്തിലുള്ള അന്തർവാഹിനികൾ. ഇപ്പം ഇന്ത്യൻ്റെതൊക്കെ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും, അമേരിക്കനൊന്നും എവിടെ കിടക്കുന്നു കണ്ടുപിടിക്കാൻ പറ്റില്ല. റഡാറിനെ കളിപ്പിക്കാൻ പറ്റിയതിന് ഏത് ഷേപ്പിലാന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പം ഈ ഇന്ത്യൻ തന്നെ പുതിയ ടെക്നോളജി നമ്മളെ ഇപ്പം ഉള്ളത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പണ്ടത്തെ ബാറ്ററി ഉപയോഗിച്ചുള്ള കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നമുക്ക് ഈ പറഞ്ഞ ഗ്ലോബൽ ഡൊമിനൻസ് ഇപ്പം നമ്മുടെ ലക്ഷ്യമല്ല. ഇപ്പം നമുക്ക് നമ്മുടെ ഈ ഏഷ്യൻ മേഖലയിലുള്ള ഈ ഒരു സൗത്ത് ഏഷ്യൻ മേഖലയിലുള്ള നമ്മുടെ സ്വാധീനം, അതാണ് നമ്മൾ ഉറപ്പിക്കാൻ ശ്രമിക്കുക. നമുക്ക് അതിന് 10 ധാരാളമാണ്. അപ്പം നമ്മൾ സ്വാധീനം കൂട്ടാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ കൂടുതൽ എണ്ണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കും, കൂടുതൽ ന്യൂക്ലിയർ സബ്മറൈൻസ് ശ്രമിക്കും. പഴയ റഷ്യൻ കാലഘട്ടത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കണ്ടം ചെയ്യും. മനസ്സിലായോ? മറ്റേത് 60 നിൽക്കും, നമ്മൾ 19 നിൽക്കുന്നത്. നമുക്ക് അത്ര ഗ്ലോബൽ ഡൊമിനൻസ് ഇപ്പോൾ നമ്മുടെ ഉദ്ദേശമല്ല. ഉദ്ദേശം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ആ ഭാവിയിലേ ഉള്ളൂ, ഇപ്പം അല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചൈനയ്ക്ക് ഇമ്മീഡിയറ്റ്ലി ഉണ്ട്. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഇപ്പോൾ 3ാമത്തെ മറ്റോ അവർ എന്താണ് വിമാനവാഹിനി കപ്പൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 2 ഓൾറെഡി ഉണ്ടെന്നു. നമുക്ക് 2 അല്ല, ഇന്ത്യക്ക് 1-2 അപ്പോൾ ഉള്ളത്. വിരാടും ഗോഷ്കോബും ഒന്ന് ഇവിടെ ഉണ്ടാക്കി 2 നമുക്ക് ധാരാളമാണ്. പക്ഷേ അമേരിക്കയൊക്കെ 17 മറ്റോ അല്ലേ ഉള്ളത്. ഫോർഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ക്ലാസ്സാണ്, ഓരോ ക്ലാസ്സിൽ പെട്ട വിമാനവാഹിനി കപ്പലാണ്. അപ്പോൾ അവർക്ക് ആ ഗ്ലോബൽ ഡോമിനൻസിന് വേണ്ടി. അപ്പോൾ ചൈന മത്സരിക്കുമ്പോൾ അവരുടെ ഒരു അന്തർവാഹിനി മുങ്ങി എന്നുള്ള അവർക്കൊരു ക്ഷീണമാണ്. പക്ഷെ പലരും പറയുന്ന പോലെ വലിയ നാണക്കേട, വലിയ സംഭവമൊന്നുമല്ല. ബാക്കിയെല്ലാം പൊങ്ങി കിടക്കുന്നുണ്ടല്ലോ, ഒന്നല്ലേ മുങ്ങിയിട്ടുള്ളൂ. അല്ല, ഒന്ന് മുങ്ങുക ചൈന രാജ്യത്തിന്റെ അല്ല, ഇതിലൊരു അന്തർവാഹിനി കപ്പൽ മുങ്ങുക എന്ന് പറയുമ്പോൾ, അന്തർവാഹിനി മുങ്ങുക എന്ന് പറയുമ്പോൾ അത് തിരിച്ചറിയില്ലേ? അത് ചെറിയ ഇപ്പം നമ്മൾ കടൽ മുങ്ങി കിടക്കുന്നില്ല ഒന്ന്. അത് വിചാരിച്ചിട്ട് ഇന്ത്യ അന്നപ്പോലെ നമ്മൾ അടുത്ത് ഉണ്ടാക്കിയത്. ഒന്ന് മുങ്ങി കിടക്കുകയാണ് പകുതി, എന്നപ്പോഴാണ് നമ്മൾ അടുത്ത് ഉണ്ടാക്കിയത്. അതെങ്ങനെ മുങ്ങി എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട്. കാരണം അതിന്റെ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടായിരുന്നു, അത് ആരോ തുറന്നു വെച്ച് അതിലൂടെ വെള്ളം കയറിയാണ് മുങ്ങിയത്. എമർജൻസി എക്സിറ്റ് അവസാനം അന്വേഷിച്ച് നോക്കുമ്പോൾ അതിന് എമർജൻസി എക്സിറ്റ് ഇല്ല. ഇത് വല്ല ജെയിംസ് ബോണ്ട് ഓപ്പറേഷൻ പാകിസ്ഥാൻ അതിനെ നടത്തിയാൽ നമുക്ക് അറിയില്ല. ഇതും അങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് മുങ്ങാനുണ്ടായ സാഹചര്യം, കാരണം അന്തർവാഹിനിയിൽ ആണവ ഇന്ധനം ഉണ്ടായിരുന്നോ എന്നീ കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്ന് ഒരു US ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അല്ല, ഇത് പലപ്പോഴും ഇങ്ങനെ പണി ഈ ചാരന്മാരൊക്കെ ഇങ്ങനെ തകർക്കും. ജെയിംസ് ബോണ്ട് സിനിമയിലെ കാണുന്നത് നിങ്ങള്, അത് കുറെയൊക്കെ ശരിയാണ്. അപ്പം പക്ഷെ അത് പല മെസ്സേജ് കൊടുക്കാൻ വേണ്ടി, അധികം കളിക്കണ്ട എന്നുള്ള മെസ്സേജ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പൊ ഒന്ന് തകർന്ന് വിചാരിച്ച് ബാക്കി ഒരു ഫ്ലീറ്റ് മൊത്തം തകർന്നൊക്കെ പോയാൽ ശരി, അല്ലെങ്കിൽ ടെക്നിക്കൽ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊരു മേജർ പ്രശ്നമാണ്. ഒന്നൊക്കെ സംഭവിക്കും. റഷ്യയുടെ ക്രൂസിക് തകർന്നില്ലേ, അമേരിക്കയുടെ നമ്മൾ വലിയ ദുരന്തങ്ങളും സോഫ കേട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഇത് തകരുമ്പോൾ അതൊരു അന്വേഷണം അവർ നടത്തും. അത് ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയവും അതവർ നടത്തും. പക്ഷെ നമ്മൾ പറഞ്ഞത് ഇത്രയും മാത്രം ആഘോഷിക്കാനൊന്നും ഇല്ല, ഇതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ അവരെന്ന് വെച്ചാൽ ടെക്നോളജിക്കലി വളർന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളൂ. അതിനിടയ്ക്ക് 64 എണ്ണം അവർ ഇറക്കി കടല്. അത് കുറേയൊക്കെ റഷ്യൻ സാധനങ്ങളാണ്. ലോകത്തിലെ തന്നെ 370 കപ്പലുകളാണ് ഇവർക്കുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ നാവിക ശക്തിയാണ് ചൈന. അത് പക്ഷേ സ്ട്രൈക്കിംഗ് പവർ കൂടുതൽ മറ്റോ മാർഗം. കപ്പൽ ഇത്രയുണ്ടെന്ന് കപ്പലുണ്ട്, അത് ഇന്ത്യൻ പട്ടാളത്തെ കൊണ്ട് പറയുന്ന പോലെ. ലോകത്തെ ഏറ്റവും വലിയ ആർമി ഇന്ത്യൻ്റെതല്ലേ, ചൈന കഴിഞ്ഞാൽ ഇന്ത്യൻ്റെതായിരിക്കും. പക്ഷെ നമ്മൾ സ്ട്രൈക്കിംഗ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ ആർമി നമ്മളെക്കാൾ ഒരുപാട് മുന്നിലല്ലേ. അത് എണ്ണ കൂടുതലല്ല, പ്രഹരശേഷിയാണ്. അപ്പം പ്രഹരശേഷി അവർക്ക് തന്നെയാണ് കൂടുതൽ. പ്രഹരശേഷി അമേരിക്ക തന്നെ. അതിൻ്റെ ഇവർക്ക് ഇപ്പോൾ ആഹ്വാനത്ത് കൂടുതലുണ്ടെന്ന് പറയുന്നത് സോവിയറ്റ് കാലഘട്ടത്തിൽ അപ്ഡേറ്റഡ് ആണ്. അമേരിക്കൻ്റെ കാര്യം വെച്ചാൽ എല്ലാം അപ്ഗ്രേഡഡും അപ്ഡേറ്റഡ് ആണ്. ഇതല്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം നമ്മളെ ഉള്ളത് കുറേയൊക്കെ റഷ്യൻകാർ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഇതൊരു മേജർ സെറ്റ് ബാക്ക് ഒന്നുമല്ല. അത് എനിക്കതാ മനസ്സിലായി. ഇന്റർനാഷണൽ മീഡിയത്തെ ഒന്ന് മുങ്ങിയ മേജർ സെറ്റ് ബാക്ക് ഒന്നല്ല, ഒന്നൊക്കെ മുങ്ങും, സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അമേരിക്കയുടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫൈറ്റർ പ്ലെയിൻ F-22 റാപ്റ്റർ, അത് ലാൻഡിങ്ങിനെതിരെ ഇടയ്ക്ക് തകർന്നു വീണിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അമേരിക്ക മുങ്ങിപ്പോയാൽ അതിനൊന്നും കാര്യമൊന്നുമില്ല. ആഘോഷിക്കപ്പെടേണ്ട കാര്യം അല്ല. ശത്രുവിനൊരു പ്രശ്നം വരുന്നു എന്ന് പറയുമ്പോഴാണ് അത് ശരിയാണ്. ശത്രുവിന്റെ ഒരു മുങ്ങിക്കപ്പൽ പോയാൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്. പക്ഷെ അതോടുകൂടി ശത്രു തകർന്ന രീതിയിലാണ് അങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെ ആഘോഷിക്കുന്നത് നിങ്ങൾ എടുത്ത് നോക്കി, ചില ന്യൂസൊക്കെ ഉണ്ടാകും മേജർ സെറ്റ് ബാക്ക്. അങ്ങനെ മേജർ സെറ്റ് ബാക്ക് ഒന്നല്ല, ആദ്യം മനസ്സിലാക്കി. നമ്മൾ ഹിറ്റ്ലർ പറഞ്ഞൊരു കാര്യമുണ്ട് 1ാം ലോക മഹായുദ്ധത്തിൽ. അദ്ദേഹം ഞാനിപ്പോൾ ഭയങ്കര ഹിറ്റ്ലറിനെ വായിക്കുന്നുണ്ട്.
ഈ ഒന്നാം ലോക ഫാനായി മാറിയില്ലേ? ഫാനായില്ല, അയാൾ പറഞ്ഞ കുറെ കാര്യം. അയാൾ എന്താ പറയുമോ, അയാൾ ഒരു വില്ലനായി ചിത്രീകരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞ ഒന്നും ആരും വായിക്കാതെയും ആളുകൾക്ക് പറയാൻ മടിയോ ഫാസിസ്റ്റായി ചിത്രീകരിക്കപ്പെടുന്നുള്ളത്. അയാൾ കുറെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ലോകത്തിലെ ഈ ഹിറ്റ്ലറിനെ കുറിച്ച് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 പ്രസംഗങ്ങൾ എടുത്താൽ ഹിറ്റ്ലറാണ്. അതിലൊരു പ്രസംഗം ഹിറ്റ്ലറിന്റെ പ്രസംഗം. കേരളത്തിലൊന്നും മദനീന്റെ ഒന്നും പറയുന്നേക്കാം. അല്ല, അത് ഇല്ല, അതങ്ങനെ പറയാം. കേരളത്തിൽ എന്നോട് പല പ്രധാനപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ അവർ എണ്ണീറ്റ് പറഞ്ഞു, ഞാൻ മദനീനെ ഇതുപോലെ മദനിയുടെ പ്രസംഗത്തെ ആ രീതി കൂട്ടാൻ പറ്റത്തില്ല. ആ സമയത്ത് ആളുകളെ പറയുന്നത് കേക്ക്. കേരളത്തിലെ ഏറ്റവും മികച്ച എന്നുവെച്ചാല് പ്രാസംഗികർ എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്നോട് പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞ ലിസ്റ്റ് ഞാൻ പറഞ്ഞത് സുമായിക്കോട്, കേരളത്തിൽ വിജയമാഷ്. മൂന്നാമത് പറഞ്ഞ മദനീന്റെ പേരാ. ഗംഭീര പ്രസംഗനായിരുന്നു. മൂന്നാമത് പറഞ്ഞ മദനിയുടെ പേരാ. ഞാൻ പറഞ്ഞ മദനി അങ്ങ് വെട്ടിക്കളാം. അയാൾ പ്രാസംഗികനൊക്കെ ഇവര് ഈ കൂട്ടത്ത് കൂട്ടാൻ പറ്റില്ല. അതുപോലെ ശിവസേനയുടെ ബാൽ താക്കറെ, ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രാസംഗികളിൽ ഒരാളാണ്. പക്ഷെ പ്രശ്നം എന്താണ്? വിഷമാണ്. അതാണ് പ്രശ്നം. അതിൽ കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഹിറ്റ്ലർ മികച്ച പ്രാസംഗികനായിരുന്നു. ചർച്ചിലിനെക്കാട്ടൊക്കെ ഭേദമായിരുന്നു. ഇയാൾ ജനങ്ങളെ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. ഹിറ്റ്ലറിന് ഭയങ്കര കമാൻഡിംഗ് പവറായിരുന്നു. നമ്മൾ പറഞ്ഞ ഹിറ്റ്ലർ എന്ത് പറഞ്ഞു? ഹിറ്റ്ലർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോൽക്കുന്നതിന് ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ നമുക്ക് അവസാനം ഇവര് പറഞ്ഞതെന്ന് വെച്ചാല് ഈ ഇംഗ്ലീഷുകാർ മണ്ടന്മാരാണ് എന്നൊക്കെയാണ് നമ്മളെ ആളുകളെ പറഞ്ഞു ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഭയങ്കര ഗംഭീരന്മാരാണ്. പക്ഷെ അവര് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ മണ്ടന്മാരാന്ന് വിചാരിച്ചു നമ്മൾ അലസന്മാരെ. അതുകൊണ്ടാണ് അവന്മാർ ജയിച്ചത്. സത്യമാണ്. ഇനി രണ്ടാം ലോകമായത് ഹിറ്റ്ലർ തോറ്റം എന്തുകൊണ്ടാണ് അറിയാം? ഹിറ്റ്ലർ അബദ്ധം കാണിച്ചു. ആരാണ് ഉപദേശം എന്നറിയില്ല. അല്ലെങ്കിൽ ഈ വലിയ ശക്തി വന്ന ആളുകൾ അവരടുത്തേക്ക് പോയി ഉപദേശിക്കുന്ന ആളുകൾക്ക് പേടിയാണ്. ഇയാൾ റഷ്യനൊക്കെ ആക്രമിച്ചു. റഷ്യ 2 വർഷത്തെ റെസിസ്റ്റൻസ് ആണ്. ഒരായുധം ഇല്ലാത്ത ആളുകൾ പോവുക, മരിച്ചു വീഴുക. ആ മരിച്ചു വീഴുന്നത് തോക്കേണ്ട അടുത്തവൻ വെടിവെക്കുക. ഇങ്ങനെ റഷ്യനോട് തോറ്റോട് കൂടിയിട്ട് മേജർ സെറ്റ് ബാക്കായി. അതോട് കൂടിയിട്ട് അതുവരെയുള്ള ആത്മവിശ്വാസത്തെ ബാധിച്ചു. ഒരുപാട് റിസോഴ്സസ് നഷ്ടപ്പെട്ടു. പിന്നെ വേറെ ഒന്ന് വെച്ചാൽ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ ജപ്പാൻ കാണിച്ച അബദ്ധം കൊണ്ട് അമേരിക്ക യുദ്ധത്തിൽ വന്നു. അതൊരു അമേരിക്ക കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കൻ്റെ എന്താ പറയുക ഫുൾ സപ്പോർട്ടും റഷ്യയുടെ ഫുൾ സപ്പോർട്ട് ആര് കിട്ടി? ബ്രിട്ടനും ഫ്രാൻസും കിട്ടി. ഈ 2 അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ ഗതി തന്നെ മാറിപ്പോയി.